ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അപ്പോളോ ആശുപത്രിയിൽ 73 ദിവസം നീണ്ട ചികിത്സ ഫലം കണ്ടു തുടങ്ങിയെന്ന് തോന്നിയപ്പോഴാണ് ഞായറാഴ്ച രാത്രി ജയലളിതയ്ക്ക് ഹൃദയസ്തംഭനമുണ്ടാകുന്നത്. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ 24 മണിക്കൂറോളം പിന്നീട് ഹൃദയവും ശ്വാസകോശവും പ്രവർത്തിപ്പിച്ചു. ഇതിനിടെ ജയലളിത മരിച്ചതായി ഇന്നലെ വൈകുന്നേരം വാർത്ത പരന്നു. എന്നാൽ അപ്പോളോ ആശുപത്രി ദുഃഖകരമായ ഈ വാർത്ത സ്ഥിരീകരിക്കുന്നത് രാത്രി 12 മണിക്ക് ശേഷം. 11:30 മരണം സംഭവിച്ചെന്നാണ് അപ്പോളോ ആശുപത്രി ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ജയലളിതയുടെ ജീവനെ നിലനിർത്താൻ വേണ്ടതെല്ലാം ചെയ്തിരുന്നെന്നും അപ്പോളോയുടെ വാർത്താക്കുറിപ്പ് വ്യക്തമാക്കുന്നു. വാർത്ത സ്ഥിരീകരിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ ഒ പന്നീർശെൽവം അടക്കമുള്ള നേതാക്കളും ആശുപത്രിയിലുണ്ടായിരുന്നു. ജയലളിത മരിച്ചതായി വൈകുന്നേരം വാർത്ത വന്നതോടെ ആശുപത്രിക്ക് നേരെ ആക്രമണവുമുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ ആശുപത്രിക്കും മുഖ്യമന്ത്രിയുടെ വസതിക്കും തമിഴ്നാട്ടിലെ പ്രധാന പ്രദേശങ്ങളിലും കനത്ത സുരക്ഷ ഏർപ്പാടാക്കിയ ശേഷമാണ് മരണവാർത്ത സ്ഥിരീകരിച്ചത്. ആശുപത്രിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ പോയസ് ഗാർഡൻ വരെയുള്ള വഴിയിലും സുരക്ഷ ഒരുക്കിയിരുന്നു. രാത്രി 2:30 ജയലളിതയുടെ ഭൗതിക ശരീരം പോയസ് ഗാർഡനിലേക്ക് കൊണ്ടുപോയത്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ. പൂജകളുമായി അമ്മയുടെ ആയുസ്സിനു വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരുന്നവരാണിവർ. അതുകൊണ്ട് തലൈവി ഒരു പാതിരാത്രിയിൽ വിട പറയുന്നത് ഇവരുടെ നെഞ്ചു തകർത്തുകൊണ്ടാണ്. വൈകിട്ട് 6 മണിക്ക് ജയലളിത മരിച്ചതായി 4 തമിഴ് ചാനലുകൾ വാർത്ത കൊടുത്തപ്പോൾ അപ്പോളോ ആശുപത്രിക്ക് നേരെ കല്ലെറിഞ്ഞ തമിഴിനെയല്ല രാത്രി കണ്ടത്. മരണവാർത്ത വന്ന് 2 മണിക്കൂറോളം കരച്ചിലോടെ അവർ ആശുപത്രിക്ക് മുന്നിൽ കാത്തുനിന്നു. ഒടുവിൽ രാത്രി 2 മണി കഴിഞ്ഞപ്പോൾ തലൈവിയുടെ മൃതദേഹവുമായി ഫ്ലൈയിംഗ് സ്ക്വാഡിന്റെ ആംബുലൻസ് അപ്പോളോ ആശുപത്രി വിട്ട് പുറത്തേക്ക് വന്നപ്പോൾ പുറത്തു തടിച്ചുകൂടിയവർ അമ്മയെ ഉറക്കെ വിളിച്ച് പിന്നാലെയോടി. പോയസ് ഗാർഡനിൽ ആംബുലൻസ് എത്തുമ്പോൾ അവിടെ അതിലേറെ ആളുകളുണ്ടായിരുന്നു. അമ്മയെ കാണാൻ ഓടിയെത്തിയവരെ ഒടുവിൽ പോലീസിന് ബാരിക്കേഡ് വെച്ച് തടയേണ്ടി വന്നു. ബാരിക്കേഡ് തകർക്കാൻ നടത്തിയ ശ്രമം ചെറിയ തോതിൽ സംഘർഷത്തിന് വഴിവെച്ചു. പതിയെ അതും വിലാപത്തിലേക്ക് വഴിമാറി. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ. തമിഴകത്തിന്റെ ഹൃദയം പിളർന്ന വാർത്ത പുറത്തുവിട്ട് നിമിഷങ്ങൾക്കകമായിരുന്നു ജയലളിതയുടെ പിൻഗാമിയായി ഒ പന്നീർശെൽവം ചുമതലയേറ്റത്. ജയലളിതയുടെ മരണവാർത്ത അപ്പോളോ ആശുപത്രി പുറത്തുവിട്ട ശേഷം പന്നീർശെൽവം ഉൾപ്പെടെയുള്ള MLA-മാർ പാർട്ടി ആസ്ഥാനത്ത് യോഗം ചേർന്നു. പന്നീർശെൽവത്തെ നേതാവായി തെരഞ്ഞെടുത്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിലാണ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഒ പന്നീർശെൽവം എന്നും ഞാൻ சட்டப்படி அமைக்கப்பட்ட இந்திய அரசியலமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்று கொண்டிருப்பேன் என்றும். 2 തവണ ജയലളിതയ്ക്ക് പകരക്കാരനായ പന്നീർശെൽവം തലൈവി വിട പറഞ്ഞതോടെ 3-ാം തവണയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയാവുന്നത്. 2001-ൽ ജയലളിതയെ അയോഗ്യയാക്കിയപ്പോഴും 2014-ൽ ജയിലിൽ പോയപ്പോഴുമാണ് പന്നീർശെൽവം മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. തേനിയിലെ ചായക്കടക്കാരനിൽ നിന്നാണ് തലൈവിയുടെ വിശ്വസ്തനായി പന്നീർശെൽവം മാറിയത്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.